ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇനോർഗാനിക് കെമിസ്ട്രി IIT ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഹൗ ടു പ്രിപ്പയർ ഇനോർഗാനിക് കെമിസ്ട്രി ഫോർ IIT ജാം. ഇപ്പം നമുക്കറിയാം ജാം കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി ഇങ്ങനെ 3 ഏരിയകളാണ് വരുന്നത്. അപ്പോൾ ചിലവർക്ക് ഓർഗാനിക് കെമിസ്ട്രി ഈസി ആയിരിക്കും, ചിലവർക്ക് ഇനോർഗാനിക് കെമിസ്ട്രി ആയിരിക്കും, ചിലവർക്ക് ഫിസിക്കൽ കെമിസ്ട്രി ആയിരിക്കും. അപ്പം പല കുട്ടികളും ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്യേണ്ട പോർഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ജാമിന്റെ പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 30 മാർക്കിന് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹൈ മാർക്കാണ് ആ ഒരു ഏരിയയിൽ നിന്നും പോകുന്നത്. നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കോൺസെപ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഈ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ IIT ജാമിന്റെ സിലബസ് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് പീരിയോഡിക് ടേബിൾ ആണ് വരുന്നത്. ദെൻ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ വരുന്നുണ്ട്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് ഷേപ്പ് ഓഫ് മോളിക്യൂൾ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, ട്രാൻസിഷൻ മെറ്റൽ, അതൊക്കെയാണ് അതിൽ വരുന്നത്. ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, അതുപോലെ അനലിറ്റിക്കൽ കെമിസ്ട്രി. അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ് ഈ ന്യൂക്ലിയർ കെമിസ്ട്രി ഒക്കെ വരുന്നത്, അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ്. അപ്പൊ നമ്മളൊരു ഇനോർഗാനിക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും, ഇപ്പൊ ജാം ആണെങ്കിലും നമ്മൾ ഏത് എക്സാം എഴുതുന്നുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീരിയോഡിക് ടേബിള് മസ്റ്റ് ആയിട്ടും നോക്കിയിരിക്കണം. ഇപ്പൊ പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം SPDF ബ്ലോക്കുകളാണുള്ളത്, അതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് എന്താണ്, പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഓരോ ബ്ലോക്കിലും എങ്ങനെയാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ മനസ്സിലാക്കാതെ ബൈഹാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പൊ ഏകദേശം എല്ലാ പ്രോപ്പർട്ടീസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എക്സെപ്ഷണൽ കേസുകളൊക്കെ നമ്മൾ വീഡിയോ കാർഡും പലതും കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് എക്സെപ്ഷണൽ കേസുകൾ എന്നുള്ളത്. അപ്പൊ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പീരിയോഡിക് ടേബിൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കോർഡിനേഷൻ കെമിസ്ട്രി, ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ നമുക്കറിയാം ഷേപ്സ് ഓഫ് മോളിക്യൂൾ കാണുന്നത്, VSEPR തിയറി, ഹൈബ്രിഡൈസേഷൻ, ഇതൊക്കെയാണ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്താണ് വരാറുള്ളത്. അപ്പം IIT ജാമില് ഏകദേശം ഒരു 20 to 25 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. പീരിയോഡിക് ടേബിൾ, കോർഡിനേഷൻ കെമിസ്ട്രി, ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി, കെമിക്കൽ ബോണ്ടിങ്. പിന്നെ ബാക്കി പോർഷനിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറുള്ളത്. ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, അതുപോലെ ന്യൂക്ലിയർ കെമിസ്ട്രി, പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രി, ഇതിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ സിലബസ് തറോ ആക്കുക. അപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്കുകൾ ബൈഹാർട്ട് ചെയ്യാതെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് വരുന്നതെന്ന് നോക്കിയിട്ട് ക്ലാസ്സുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ക്ലാസ്സുകൾ നന്നായിട്ട് നമ്മൾ എടുത്തിട്ട് അത് നന്നായിട്ട് തറോ ആക്കുക. അതാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. ദെൻ അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അതായത് ഓരോ പോർഷനിൽ നിന്നും, ഇപ്പൊ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 100 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി, അതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ അത് വീണ്ടും നോക്കുക, എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നതെന്ന് നോക്കുക. അപ്പൊ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടോപ്പിക്ക് ഈസി ആയിട്ട് തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക.
അതായത് ഏകദേശം ഒരു 10 ഇയറിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യണം. ദെൻ 10 ഇയറിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം ആദ്യം നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഈ പോർഷൻസ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 10 മാർക്കോ 5 മാർക്കോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം പല കോമ്പറ്റേറ്റീവ് എക്സാമിനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. അതേ ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി അങ്ങനെ വരുത്തിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ഒന്ന്, നമ്മൾ സിലബസ് നന്നായിട്ട് കവർ ചെയ്യുക. അതിലും ഇമ്പോർട്ടന്റ് ടോപ്പിക്കിന് പ്രിഫറൻസ് കൊടുക്കുക. ദെൻ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. സോ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. സോ ഇത്രയാണ് നമ്മൾ IIT ജാമില് ഇനോർഗാനിക് കെമിസ്ട്രിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.